ഞാൻ ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ റിയാസ് മിനിസ്റ്റർ ഞാൻ സങ്കടം കൊണ്ട് കരഞ്ഞൊരു ദിവസം, അല്ല സന്തോഷം കൊണ്ട് കരഞ്ഞൊരു ദിവസം. എന്താണെന്നറിയാം, തൃശ്ശൂർ നിന്ന് ഞാൻ വരികയാണ്. ഞാൻ തൃശ്ശൂർ എന്ന് വരുമ്പോൾ ഞാൻ അങ്ങേ സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ തൃശ്ശൂർ നിന്ന് നിൽക്കുമ്പോൾ അങ്ങേ ഓർക്കും. കാരണം നടുവിൻ്റെ നട്ടലിൻ്റെ കോൺ ഒടിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇന്നലെ ഞാൻ വണ്ടിയെ കയറി വണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്തോ റോഡാണ്, എന്തൊരു മനോഹരമായ റോഡാണ് നിങ്ങൾ പണിതിട്ടേക്കുന്നത്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. ഇപ്പം കേട്ടോ, കഴിഞ്ഞ 2 മാസം മുമ്പ് അല്ലെ ഒരു 6 മാസം മുമ്പ് ഞാൻ അഭിനന്ദിക്കുന്നില്ല. ആ തൃശ്ശൂർ ഇങ്ങോട്ട് കോഴിക്കോട് വരെ എത്തി. എന്റെ പൊന്നോ, എന്തോ റോഡാ, 3 മണിക്കൂർ കൊണ്ട് വരുന്നത്. ഈ കേരളത്തിലൊന്നും നടന്നില്ലെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഞാനിത് എന്റെ അനുഭവം പറയുന്നത്, അല്ല ഞാൻ ഈ ദുബായി കാര്യം പറഞ്ഞതും സുഖ്യപ്പൂരിൽ പോയതും ഇന്നലെ തൃശ്ശൂർ നിന്ന് കോഴിക്കോട് വന്ന എന്റെ അനുഭവം പറയുന്നതല്ല. എന്റെ അനുഭവം പറഞ്ഞത് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ അനുഭവം പറയുന്നത്, ഞാൻ സുഖമായി ഇന്നലെ രാത്രി ഉറങ്ങി. എന്റെ നട്ടലിന് ഒരു പ്രശ്നമില്ല, കാരണം നടുവിന് പ്രശ്നമുള്ള. ഇന്നലെ തൃശ്ശൂർ നിന്ന് കോഴിക്കോട് വരെ കാറേ വന്നപ്പോൾ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. കാരണം 1.5 മണിക്കൂറിലെത്തി. ഞാൻ എൻ്റെ അനിയനെ ഞാൻ അങ്ങ് അഭിനന്ദിക്കുക ആത്മാർത്ഥമായിട്ട്. കാരണം നല്ല ഗംഭീര റോഡ്. നമ്മുടെ നാഷണൽ ഹൈവേ 1 വർഷത്തിനകം, അതിന്റെ ആദ്യ ഭാഗം 6 മാസം പോയി, ഈ ഗവൺമെന്റ് കാലത്തിന് പൂർത്തീകരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാ റോഡാപ്പായി പണിതിട്ടേക്കുന്നത്. ഇന്നലെ എന്റെ ഡ്രൈവർ 140, 130, 120, 110 അടിച്ചിങ്ങനെ വിടുമ്പോൾ ഞാൻ പറഞ്ഞ എന്റെ പൊന്നെ, നീ ഒന്ന് പെല്ലേ പോകും, കാരണം അങ്ങ് വീട്ടിൽ കയറണം, പെണ്ണുമ്പിള്ളേ മക്കൾ കാത്തിരിപ്പുണ്ട്. അത്ര മനോഹരമായ റോഡ്. ദേശീയ ജലപാത ബേക്കൽ മുതൽ നമ്മൾ പണിതു. ഈ ചെറിയ പ്രദേശങ്ങളിൽ, കണ്ണൂര് കാസർഗോഡ് പ്രദേശത്തെ പ്രശ്നം ഒഴിച്ച ഞങ്ങളുടെ നാട്ടിലൊക്കെ തീർന്നു. നമ്മൾ പ്രതീക്ഷിച്ചോ 10-600 കിലോമീറ്റർ ബോട്ട് യാത്ര. ഞാൻ ആലപ്പുഴ കുട്ടനാട്ടുകാരനാണ്. അവിടെ ടൂറിസത്തിന്റെ ഹബ്ബാണ്. ടൂറിസം മന്ത്രി വിളിപ്പുണ്ട്. എന്തായിരിക്കും വരാൻ പോകുന്നത്? അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആലപ്പുഴയൊക്കെ അങ്ങ് രക്ഷപ്പെടും. ഈ ബേക്കലിൽ നിന്ന് ഒരു ബോട്ടിട്ടാൽ നേരെ കോവളത്തെത്തും. ആളുകൾ ആരാ വരാതിരിക്കുന്ന, മുഴുവൻ ആളും കയറത്തില്ലേ? ദേശീയ ജലപാത, നമ്മുടെ മലയോര ഹൈവേ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്തനാപുരത്ത് വഴി പുനലൂർ വഴി മുണ്ടക്കയത്തിന് പോയി. മലയോര ഹൈവേ നിങ്ങൾ പോണം കേട്ടോ, കാശില്ലെങ്കിൽ പിരിച്ചാണേലും പോണം. നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു പദ്ധതിയല്ലേ, എന്തൊരു റോഡാ പണിതിട്ടേക്കുന്നത്. തീരദേശ ഹൈവേ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഭൂമി ഏറ്റെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ഗ്യാസ് ലൈൻ നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ലേ. ഈ ഗവൺമെന്റ് വരുമ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ, 1000-ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഗോഡൌണുകളിലും സ്കൂളിലുമായിരുന്നു 2016. 20,000 വീടാണ് പണിത് കൊടുത്തത്. 20,000 വീട്, 6350 ഫ്ളാറ്റുകൾ പുനർഗേഹത്തിൽ പണിത് കൊടുത്തു. 400 ഫ്ളാറ്റാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി താക്കോൽ കൊടുത്തത് വലിയതുറ തിരുവനന്തപുരത്ത്. ഇപ്പോ കോഴിക്കോടൊക്കെ പണിത് തീരാറായ ഫ്ളാറ്റ്, കോഴിക്കോട് ഫ്ളാറ്റ് പണിയുന്നുണ്ട്. തീരാറായ ഫ്ളാറ്റ് എടുക്കാൻ ആളില്ല, ടൗണിനകത്താ. കാരണം മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും പുനരധിവസിപ്പിച്ചു. ഒരു മത്സ്യത്തൊഴിലാളി പോലും കേരളത്തിൽ റോഡിലോ പറമ്പത്തോ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഗോഡൌണിലോ കിടക്കുന്നില്ല. എല്ലാവർക്കും ഭവനം കൊടുത്തു.